ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വളരെ നിർണായകമായൊരു നീക്കം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഉണ്ടാകാൻ പോകുന്നു. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും അതുപോലെ തന്നെ വിജയകുമാറിനെയും ഉടൻ തന്നെ SIT അറസ്റ്റ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജീവ് തുടരുന്നുണ്ട്. രാജീവ്, കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി SITയെ തന്നെ വിമർശിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങളെത്തി. അതായത് ആദ്യഘട്ടത്തിൽ അന്വേഷണം വളരെ മികച്ച നിലയിൽ മുന്നോട്ട് പോയി. അതിനാൽ തന്നെ പത്മകുമാറും N വാസുവും ഒക്കെ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കൾ പിടിക്കപ്പെട്ടു, ജയിലിലായി. പക്ഷേ ഇപ്പോൾ SITയുടെ അന്വേഷണം മന്ദഗതിയിലാണ്. ഇനിയും ഒരുപാട് പ്രമുഖർ കുടുങ്ങാനുണ്ട് എന്നൊരു വിമർശനം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണോ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ SIT ആരംഭിച്ചിരിക്കുന്നത്? തീർച്ചയായും അറസ്റ്റ് ഒഴിവാക്കി ഇനി SITക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രത്തോളം കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതായത് നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച അതേ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിലവിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്, പക്ഷപാതപരമായി SIT പ്രവർത്തിക്കുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കരദാസിനെയും വിജയകുമാറിനെയും പ്രതി ചേർക്കാത്തത് എന്നതുൾപ്പെടെയുള്ള വളരെ നിർണായകമായ ചോദ്യമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ വീണ്ടും വിമർശിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും നേരിടുന്ന സമ്മർദ്ദം ചെറുതല്ല. അറസ്റ്റ് ഒഴിവാക്കാനുള്ള എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും അന്വേഷണ സംഘത്തിന് മുകളിലുണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അന്വേഷണ സംഘം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തീരുമാനമെടുത്തത് ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങളും കടുത്ത നടപടികളും നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരുപക്ഷെ നിലവിൽ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം, CBIക്ക് കൈമാറണം എന്ന ആവശ്യം ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് വിശ്വാസ്യതയില്ല എന്ന് ഒരിക്കൽ കൂടി ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ CBIക്ക് ഈ കേസ് കൈമാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം CBI യൂണിറ്റ് കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയെ അറിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും വലിയ വെല്ലുവിളിയാകുന്നത്. രാജീവേ, ഒന്ന് തുടരും. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ഒടുവിൽ ഈ ശങ്കർദാസിനെയും അതുപോടൊപ്പം തന്നെ വിജയകുമാർ ദേവസ്വം ബോർഡിന്റെ മുൻ അംഗങ്ങളെ കൂടി അറസ്റ്റ് ചെയ്യാൻ SIT ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി SITയെ തന്നെ വിമർശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ പോയ അന്വേഷണം ഇപ്പോൾ മന്ദഗതിയിലാകുന്നുവെന്ന വിമർശനമാണല്ലോ കോടതി നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അത് എങ്ങനെ പ്രതികരിക്കും? വളരെ നേരത്തെ ചെയ്യേണ്ട കാര്യമാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കിയത് എന്താണ് എന്ന് ആർക്കും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശങ്കരദാസിനെയും വിജയകുമാറിനെയും ഒഴിവാക്കിയത്? ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒപ്പിടുമ്പോൾ ബാക്കി രണ്ടുപേരും അതിന്റെ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗവാക്കാണ് എന്നുള്ള വിവരം വളരെ വ്യക്തമാണ്. അപ്പൊ ആ രണ്ടുപേരെയും ഒഴിവാക്കിയതിന് ഒരു ന്യായവും. അപ്പോ അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഒഴിവാക്കി എന്നുള്ള ആരോപണം SITക്കെതിരെ അന്നു മുതലുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ SIT എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് സംശയാസ്പദമായിട്ട് അന്ന് പൊതുസമൂഹത്തിൽ പലരും കണ്ടു. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് എന്നുള്ളതിന്റെ ആനുകൂല്യവും പ്രിവിലേജും വെച്ചുകൊണ്ട് അവര് അന്വേഷണം മുന്നോട്ട് പോയി. ബാക്കിയുള്ളവരൊക്കെ അതിന് മിണ്ടാതിരുന്നു. പക്ഷേ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തന്നെ SITയെ സംശയിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഇത് തുറന്നു പറയാതിരിക്കുന്ന ഇപ്പോൾ ബാക്കിയുള്ളവർക്കും പറ്റാത്ത അവസ്ഥയായി. കാരണം SITയുടെ നടപടിക്രമങ്ങൾ നമ്മൾ കരുതുന്ന പോലെ അത്ര കണ്ട് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ശങ്കരദാസിനെയും വിജയകുമാറിനെയും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വിജയകുമാറിന്റെ പല മൊഴികളുടെയും അടിസ്ഥാനത്തിൽ പുറത്തുള്ള ചില വൻ സ്രാവുകൾ ഇപ്പോഴും വിലസുകയല്ലേ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും സ്വാധീനം ഈ പറയുന്ന രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായത്? അതിപ്പോ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ മറ്റേ CPMകാർ പറയുന്ന പോലെ സോണിയാഗാന്ധിയുടെ മേലിൽ സ്വാധീനം എന്നാണോ, അല്ലെങ്കിൽ ബാക്കി പ്രതിപക്ഷ കക്ഷികളൊക്കെ ആരോപിക്കുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രനിലുള്ള സ്വാധീനമാണോ? ആരുടെ സ്വാധീനമായാലും ഈ സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായതിൽ ആരൊക്കെ സഹായിച്ചു, ആരൊക്കെയാണ് ഇതിന്റെ പങ്ക് പറ്റിയത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ? അപ്പൊ ആ അന്വേഷണത്തിലേക്ക് SITക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നലെ പുറത്തു വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ SITയുടെ അന്വേഷണം 2009 കൂടി പോകേണ്ട സ്ഥിതിയാണ്. 2009 സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ് അവിടെ ഈ കലശം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടുണ്ട് എന്ന് വാർത്ത വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും SITക്ക് ഈ 2019 കാര്യങ്ങൾ മാത്രമല്ല
അതിനും 10 വർഷം പുറകിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകണം. 98 മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ഇതൊക്കെ SIT മെല്ലെപ്പോക്ക് നയം തുടരുന്നത് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് ഗുരുതരമായ വിശ്വാസ പ്രതിസന്ധിയിലേക്ക്, SITയെ സംബന്ധിച്ചുള്ള വിശ്വാസ പ്രതിസന്ധിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, വളരെ നന്ദി ശ്രീ RV ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.